മറ്റു വാർത്തയിലേക്ക് വിജയ് രാജിവെച്ച ട്രിച്ചി ഈസ്റ്റിൽ DMK സ്ഥാനാർത്ഥിയായി MK സ്റ്റാലിൻ എത്തുമോ എന്നുള്ളതാണ് തമിഴ്നാട്ടിൽ വലിയ രാഷ്ട്രീയ ചർച്ചയായി വന്നിരിക്കുന്നത്. വലിയ അഭ്യൂഹം തമിഴകത്ത് നിറയുകയാണ്. അഭ്യൂഹങ്ങളോട് സ്റ്റാലിൻ പ്രതികരിച്ചിട്ടില്ല എങ്കിൽ പോലും സ്റ്റാലിൻ സഭയിലെത്തുമെന്ന DMK നേതാവ് KN നെഹ്റുവിൻ്റെ പരാമർശമാണ് തമിഴ്നാട്ടിൽ വലിയ ചർച്ചയായത്. അപ്പോൾ അങ്ങനെ വന്നാൽ ട്രിച്ചിയിലൊരു ബ്ലോക്ക് ബസ്റ്റർ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്ന അഭ്യൂഹം ഇപ്പോൾ തമിഴകത്ത് വലിയ ആകാംക്ഷ സൃഷ്ടിച്ചിരിക്കുകയാണ്. VR കാർത്തിക് വിവരങ്ങളുമായി ചേരും. കാർത്തിക്, സഭയിൽ സ്റ്റാലിൻ്റെ സാന്നിധ്യം വേണം എന്നുള്ള DMKയുടെ ഒരു ആഗ്രഹമുണ്ട്. കാരണം പ്രതിപക്ഷം സ്വതവേ ദുർബലമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, DMKയും AIDMKയും തമ്മിൽ ഒന്നിക്കാൻ പോകുന്നു എന്ന അഭ്യൂഹങ്ങൾ തമിഴകത്ത് സജീവമായി ഉണ്ട്. വിജയെ നേരിടാൻ സ്റ്റാലിനെ പോലെ ഒരാളുടെ സാന്നിധ്യമാണോ DMK പ്രതീക്ഷിക്കുന്നത്? രഞ്ജിത്ത്, രാഷ്ട്രീയ അഭ്യൂഹങ്ങൾ സജീവമാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ കൊളത്തൂരിൽ ചരിത്ര പരാജയമാണ് MK സ്റ്റാലിൻ ഏറ്റുവാങ്ങിയത്. ആ സ്റ്റാലിൻ വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് സഭയിലേക്ക് എത്തുമോ? ഇത്തരത്തിലാണ് തമിഴകത്തെ രാഷ്ട്രീയ ചർച്ചകൾ ഇപ്പോൾ സജീവമാകുന്നത്. വിജയ് രാജിവെച്ച തൃച്ചി ഈസ്റ്റ് സീറ്റിൽ ഉപതെരഞ്ഞെടുപ്പ് ഉടൻ ഉണ്ട്. 27,000-ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അന്ന് വിജയ് അവിടെ വിജയിച്ചത്. ഈ സീറ്റിലെ ഉപതെരഞ്ഞെടുപ്പിൽ DMK സ്ഥാനാർത്ഥിയായി MK സ്റ്റാലിൻ എത്തുമോ? ഈ രാഷ്ട്രീയ അഭ്യൂഹമാണ് ഇപ്പോൾ ചർച്ചകളിൽ സജീവമാകുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം മുതിർന്ന DMK നേതാവ് KN നെഹ്റു നടത്തിയ ഒരു പ്രതികരണമാണ്. പുതുക്കോട്ടയിൽ അദ്ദേഹം നടത്തിയ പ്രതികരണത്തിൽ സ്റ്റാലിൻ വീണ്ടും അസംബ്ലിയിൽ എത്തും എന്ന് പ്രവർത്തകരോട് പറഞ്ഞു. ഇതാണ് വലിയ അഭ്യൂഹങ്ങൾക്ക് വഴിവെച്ചത്. മാത്രമല്ല, ഇത് സംബന്ധിച്ച വാർത്തകൾ ഇതുവരെ സ്റ്റാലിൻ തള്ളിയിട്ടുമില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ തമിഴ്നാട് നിയമസഭ ചേർന്നപ്പോൾ ആക്ഷേപഹാസ്യ രൂപേണ കുട്ടിയുടെ അച്ഛൻ എവിടെ എന്ന തരത്തിൽ വിജയ് ചില പരിഹാസ പരാമർശങ്ങൾ നടത്തിയിരുന്നു. ഇതിനോട് സ്റ്റാലിൻ കടുത്ത ഭാഷയിലാണ് പ്രതികരണം നടത്തിയതും. താൻ നിയമസഭയിൽ ഇല്ല എന്നേ ഉള്ളൂ, പക്ഷേ ജനങ്ങളുടെ ഹൃദയത്തിൽ ജീവിക്കുന്നു. തന്നെ കാണണമെങ്കിൽ ഇതിന് മുന്നോട്ടുള്ള 60 വർഷത്തെ ഫയലുകൾ പരിശോധിച്ചാൽ പല ഘട്ടങ്ങളിലും തൻ്റെ പേരുകൾ കാണാം. മാത്രമല്ല, ജനക്ഷേമകരമായ പദ്ധതികൾ നടപ്പാക്കിയതിന് കീഴിൽ MK സ്റ്റാലിൻ എന്ന് ഒപ്പിട്ടിട്ടുണ്ട്. അത്തരത്തിൽ വലിയ തോതിലുള്ള ഒരു വാക്പോര് സ്റ്റാലിനും വിജയും തമ്മിൽ നടന്നു വരികയാണ്. അതിനിടയിൽ കൂടിയാണ് ഇപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പ് സംബന്ധിച്ച അഭ്യൂഹങ്ങൾ സജീവമാകുന്നത്. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു പരാജയപ്പെട്ട MK സ്റ്റാലിൻ തൃച്ചി ഈസ്റ്റിൽ നടക്കാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്ന അഭ്യൂഹങ്ങൾ ശക്തമാണ്. അതിനുള്ള സാധ്യതകൾ സ്റ്റാലിൻ തള്ളുന്നില്ല. മാത്രമല്ല, DMKയിൽ തന്നെ ഇക്കാര്യത്തിൽ രണ്ടഭിപ്രായമുണ്ട്. അതായത് സ്റ്റാലിൻ മത്സരിച്ച് വീണ്ടും സഭയിൽ എത്തണം എന്നൊരു അഭിപ്രായമുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃച്ചി ഈസ്റ്റ് സീറ്റിൽ 27,000-ഓളം വോട്ടുകൾക്കാണ് DMK സ്ഥാനാർത്ഥി പരാജയപ്പെട്ടത്. മാത്രമല്ല, അവിടെ AIDMK സ്ഥാനാർത്ഥി 19,000-ഓളം വോട്ടുകളും കരസ്ഥമാക്കിയിരുന്നു. നിലവിലെ രാഷ്ട്രീയ അന്തരീക്ഷം അത് അനുകൂലമാക്കി സ്റ്റാലിൻ മത്സരരംഗത്തേക്ക് ഇറങ്ങണം എന്നൊരു അഭിപ്രായമുണ്ട്. എന്നാൽ വലിയൊരു വിഭാഗത്തിന് മത്സരം ഒഴിവാക്കണം, അതായത് മറ്റൊരാളെ അവിടെ സ്ഥാനാർത്ഥിയാക്കണം എന്ന അഭിപ്രായവും ഉണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം ഇനി ഒരു പരാജയം കൂടി ഏറ്റുവാങ്ങിയാൽ അത് ആത്മഹത്യാപരമായിരിക്കും എന്ന അഭിപ്രായമുണ്ട്. എന്തായാലും തമിഴകത്ത് രാഷ്ട്രീയ അഭ്യൂഹങ്ങൾ സജീവമാണ്. ആരാകും തൃച്ചി ഈസ്റ്റിലെ ഉപതെരഞ്ഞെടുപ്പിൽ DMK സ്ഥാനാർത്ഥി എന്നതാണ്. ഒരു ബ്ലോക്ക് ബസ്റ്റർ പോരാട്ടത്തിന് വഴിയൊരുങ്ങുമോ എന്നതാണ് രാഷ്ട്രീയ അഭ്യൂഹങ്ങൾ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.